ഇതാ കടായി അടുപ്പിൽ വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. പയറ് ആദ്യം തന്നെ ഉള്ളി മൂപ്പിക്കുക കേട്ടോ. ഉള്ളി ഇട്ടു. ഉള്ളി നല്ലപോലെ വഴറ്റിയെടുക്കണം. ഉള്ളി വഴറ്റിയെടുക്കാൻ വേണ്ടി ഇത്തിരി ഇഞ്ചി പച്ചമുളക് കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ടോളൂ, അല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല, 2 പച്ചമുളക് ഇട്ടോളൂ. പയർ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒന്നാണ്. അത് ശരീരത്തിന് വളരെ പോഷകപ്രദമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് അത് എളുപ്പമായിട്ട് ഉണ്ടാക്കും ചെയ്യാം. പയറ് കയ്യിലിട്ടു. ഉള്ളി വഴന്ന് വന്നപ്പോൾ പയറ് കയ്യിലിട്ടു. പയറ് വെള്ളം ഒഴിക്കാതെ ചെറു തീയിൽ, അതായത് സിമ്മിലിട്ടിട്ട് അത് വഴറ്റിയെടുക്കണം. അതിൽ ഇത്തിരി ഉപ്പ് ഇടണം, മഞ്ഞൾപ്പൊടി ഇടണം, മുളക് പൊടി വേണമെങ്കിൽ ഇടാം. എന്നിട്ട് അതിന് ലേശം മുളക് പൊടി ഇട്ടോളൂ. എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് അതിനെ വഴറ്റിയെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ, വളരെ ഹെൽത്തിയുമാണ്. ഞാനത് കട്ടോരിയിലേക്ക് പകർന്നുകൊണ്ട് എന്താ അതിൻ്റെ ഭംഗി നോക്കും, എന്താ അതിൻ്റെ സ്വാദ്, നല്ല സാധനം. പച്ചപ്പയർ ഉപ്പേരി നോക്കൂ, എന്താ ടേസ്റ്റ് എന്നറിയാം. പച്ചപ്പയർ ഉപ്പേരിയുടെ നല്ല സ്വാദാണ്, വളരെ ഹെൽത്തിന് ഏറ്റവും ആവശ്യമുള്ളത് പച്ചപ്പയർ. അതിൽ കുറച്ച് ഉള്ളി അരിഞ്ഞിട്ടു. ഞാൻ ഉള്ളി പൂപ്പിച്ചിട്ട് ഇതിലിട്ടു. അത്രമാത്രം കുത്തി ചതച്ചൊന്നുമില്ല, കുത്തി ചതച്ചുണ്ടാക്കാം. ഇപ്പം ഞാൻ ഈസി ആയിട്ട് എളുപ്പത്തിന് ഇങ്ങനെയാണ് ചെയ്തത്. ഉള്ളി പൂപ്പിച്ചു, പച്ചമുളക് ഇട്ടു, പയറ് അസലായിട്ട് വഴറ്റിയെടുത്തു. അതാണ് പച്ചപ്പയർ. എല്ലാവരും ഇത് ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമാണ്, ഹെൽത്തിന് നല്ലതാണ്, വായയ്ക്ക് നല്ല രുചിയുണ്ട്, വളരെ നല്ലതാണ്.